നമസ്കാരം. വെൽക്കം ടു ദ ലാൻഡ് ഓഫ് ലൂംസ് ആൻഡ് ലോഡ്സ്. ഇതാണ് ടൂറിസം മാപ്പിൽ കണ്ണൂരിൻ്റെ പരസ്യവാചകം. തറിയുടെയും തിറയുടെയും അഥവാ നെയ്ത്തിൻ്റെയും തെയ്യങ്ങളുടെയും സ്വന്തം നാടായ കണ്ണൂർ 2024 പാർലമെൻറ്റിലേക്ക് അയക്കുക ആരെയാവും? KPCC പ്രസിഡന്റും നിലവിൽ കണ്ണൂർ MP-യുമായ K. സുധാകരന് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ടോ? 2019 K. സുധാകരൻ തോൽപ്പിച്ച, എന്നാൽ അതിന് തൊട്ടുമുമ്പ് 2014 K. സുധാകരനെ തന്നെ തോൽപ്പിച്ച് കണ്ണൂർ MP-യായ PK ശ്രീമതി ടീച്ചർക്ക് ഒരു കുറി കൂടി പാർട്ടി ടിക്കറ്റ് കൊടുക്കുമോ? അതോ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ പേരെടുത്ത, ദേശത്തും വിദേശത്തും ഒരുപോലെ ഖ്യാതി നേടിയിട്ടും രണ്ടാം പിണറായി സർക്കാർ നിഷ്കരുണം ഒഴിവാക്കിയ KK ശൈലജ ടീച്ചർക്കായിരിക്കുമോ CPM ഇക്കുറി ടിക്കറ്റ് കൊടുക്കുക പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക്? BJPയുടെ ആവനാഴിയിലുള്ള അസ്ത്രങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കും മുമ്പ് കണ്ണൂരിനെ നമ്മളൊന്ന് അടുത്ത് അറിയേണ്ടതുണ്ട്. തറിയുടെയും തിറയുടെയും സ്വന്തം മണ്ണിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് ചരിത്രം തുടങ്ങുന്നത് പാവങ്ങളുടെ പടത്തലവനായ സാക്ഷാൽ AKGയിലൂടെയാണ്. 1952 ആദ്യ തിരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജയിപ്പിച്ച് ഡൽഹിക്ക് അയച്ചത് AK ഗോപാലിനെയാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു അന്ന് ആദ്യത്തെ ലോക്സഭയിൽ, ഒന്നാം ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരിക്കാൻ ക്ഷണിച്ചത് AKGയെയാണ്. എനിക്ക് പാർലമെൻറ്റിലെ നിങ്ങളുടെ ചിട്ടവട്ടങ്ങളൊന്നും വലിയ പിടിപാടില്ല, എൻ്റെ ഇംഗ്ലീഷ് പൊട്ടയാണ്. എന്നാൽ ഞാൻ പറയുന്നത് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ ആ വാക്കുകൾ പാവപ്പെട്ടവൻ്റെ വാക്കുകളായിരിക്കും, അല്ലെങ്കിൽ ശബ്ദമായിരിക്കും എന്നായിരുന്നു AKGയുടെ പ്രതികരണം. ഏതായാലും ആദ്യത്തെ ലോക്സഭയിലെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്ന ഖ്യാതി നേടിയ AKGയിലാണ് കണ്ണൂർ മണ്ഡലത്തിൻ്റെ ഉജ്ജ്വലമായ തുടക്കം എന്ന് തന്നെ നമുക്ക് പറയാം. പിന്നീട് വന്ന 4 തിരഞ്ഞെടുപ്പുകളിൽ കണ്ണൂർ മണ്ഡലത്തിൻ്റെ പേര് തലശ്ശേരി എന്നായിരുന്നു. തലശ്ശേരി പാർലമെൻറ്റ് മണ്ഡലത്തിൽ 1957 ആദ്യ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ MK ജിനചന്ദ്രൻ നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും തോൽപ്പിച്ചത് അതിരാണിപ്പാടത്തിൻ്റെ സ്വന്തം കഥാകാരനും ലോകസഞ്ചാരിയുമായ SK പൊറ്റക്കാടിനെയാണ്. എന്നാൽ ഇതേ SK പൊറ്റക്കാട്, അതായത് പിൽക്കാലത്ത് ജ്ഞാനപീഠം നേടി മലയാണ്മയുടെ യശസ്സുയർത്തിയ SK പൊറ്റക്കാട് പിന്നീട് വന്ന 1962 തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചത് സാമാന്യം നല്ല ഭൂരിപക്ഷത്തോടെ തന്നെ തോൽപ്പിച്ചത് ഗർജിക്കുന്ന നിരൂപക സിംഹം സാക്ഷാൽ സുകുമാർ അഴീക്കൂറിനെ ആയിരുന്നു. 1967 കണ്ണൂർ MP CPMൻ്റെ കരുത്തനായ പോരാളി പാട്യം ഗോപാലൻ. 1971 CPI നേതാവ് CK ചന്ദ്രപ്പൻ്റെ ആദ്യ കണ്ണൂർ വിജയം. മണ്ഡലം ഔദ്യോഗികമായി വീണ്ടും കണ്ണൂരായ ശേഷം, അതായത് തലശ്ശേരി മാറി വീണ്ടും കണ്ണൂരായ ശേഷം 1977 CK ചന്ദ്രപ്പൻ്റെ രണ്ടാം വിജയം. 1980 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ K. കുഞ്ഞമ്പു ജയിച്ചു കയറി പാകപ്പെടുത്തിയ മണ്ണിലാണ് പിന്നത്തെ 5 തിരഞ്ഞെടുപ്പുകളിൽ തുടരെ വിജയം കറപുരളാത്ത രാഷ്ട്രീയ വ്യക്തിത്വമുള്ള മുല്ലപ്പള്ളി രാമചന്ദ്രന് ലഭിച്ചത്. 1984, 89, 91, 96, 98 വർഷങ്ങളിൽ. 1999 2004 കണ്ണൂർ MP CPMൻ്റെ സ്വന്തം AP അബ്ദുള്ളക്കുട്ടി. അതെ, പിന്നീട് മലക്കം മറിഞ്ഞ് ഇപ്പോൾ BJPയുടെ ഒരു ദേശീയ നേതാവായി ഭവിച്ച അതേ അബ്ദുള്ളക്കുട്ടി. ഇനി നമുക്ക് കുറച്ചുകൂടി സമീപകാല ചരിത്രത്തിലേക്ക് വരാം. VS അച്യുതാനന്ദൻ സർക്കാർ കേരളം ഭരിച്ച 2009 MP-യായി കണ്ണൂർ ഡൽഹിക്ക് അയച്ചത് കോൺഗ്രസിൻ്റെ K. സുധാകരനെ. തൊട്ടുമുമ്പ് 2014 രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കണ്ണൂർ പാർലമെൻറ്റിലേക്ക് വിട്ടത് CPMൻ്റെ PK ശ്രീമതി ടീച്ചറെ. 2019 ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കണ്ണൂർ ഡൽഹിക്ക് അയച്ചത് ഇപ്പോൾ KPCC പ്രസിഡന്റായ K. സുധാകരനെ തന്നെയാണ്. അത് രണ്ടാം തവണ. ചുരുക്കി പറഞ്ഞാൽ കേരളം വേറെ കേന്ദ്രം വേറെ എന്ന വ്യക്തമായ തിരിച്ചറിവ് കണ്ണൂരിലെ വോട്ടർമാർക്കുണ്ട് എന്ന് അർത്ഥം. ഇത് ഒരു ചൂണ്ടുവലകയാണ്. വിശേഷിച്ചും ഹിന്ദുത്വ രാഷ്ട്രീയത്തിലൂന്നുന്ന വെറുപ്പിൻ്റെ രാഷ്ട്രീയ പ്രചാരകർ എന്ന മുദ്ര കുത്തപ്പെട്ട BJPക്കെതിരെ
പ്രതിപക്ഷ കക്ഷികളെല്ലാം ഒന്നിച്ച് അണിനിരക്കേണ്ടത് ചരിത്രപരമായ അനിവാര്യതയാണ് എന്ന തിരിച്ചറിവിൻ്റേതായ ഈ കാലഘട്ടം. 2019 94,559 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ശ്രീമതി ടീച്ചർക്കെതിരെ സുധാകരന് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം നൽകിയത്. ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൽ വരുന്ന 11 അസംബ്ലി മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രി പിണറായിയുടെ ധർമ്മടവും CPM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ തളിപ്പറമ്പും കെ ശൈലജ ടീച്ചറുടെ മട്ടന്നൂരും CPMൻ്റെ തന്നെ KV സുമേഷിൻ്റെ അഴീക്കോടും കോൺഗ്രസ് എസിൻ്റെ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കണ്ണൂരും ഉൾപ്പെടുന്നു എന്നതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ലോക്സഭാ മണ്ഡലത്തിൽപ്പെട്ട ഇരിക്കൂറിൽ സജീവ് ജോസഫും പേരാവൂരിൽ സണ്ണി ജോസഫും മാത്രമാണ് UDF പാളയത്തിൽ നിന്ന് നിയമസഭ കണ്ട 2 കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ. അക്കുറി കെ സുധാകരന് ഇടങ്ങേറുണ്ടാക്കാൻ ഇറക്കിയ അപരന് കിട്ടിയത് 2249 വോട്ടാണ്. BJPയുടെ CK പത്മനാഭന് 68,509 വോട്ടും SDPI സ്ഥാനാർത്ഥിക്ക് 8,142 വോട്ടുമായിരുന്നു. 2014 പോയാൽ ശ്രീമതി ടീച്ചർ സിറ്റിംഗ് MP സുധാകരനെ വീഴ്ത്തിയത് കേവലം 6,566 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ്. സുധാകരന് ഇടങ്ങേറുണ്ടാക്കാൻ നിന്ന ഒന്നല്ല 2 അപരന്മാരും കൂടി നേടിയത് 6,985 വോട്ട്. ശ്രീമതിക്ക് അവരെയായി നിന്ന ശ്രീമതി പുത്തനത്തും കൊണ്ടുപോയി 1,500 വോട്ട്. BJPയുടെ PC മോഹനൻ മാസ്റ്റർ അക്കുറി 51,636 SDPIക്കാരൻ 19,170 വോട്ടും ആം ആദ്മിക്കാരൻ 6,106 വോട്ടും നേടി. 1,536 വോട്ട് നേടിയ CPI ML സ്ഥാനാർത്ഥിയും ഉണ്ടായിരുന്നു അക്കുറി രംഗത്ത്. ഇനി 2009 കഥ. കെ സുധാകരൻ മുൻ രാജ്യസഭാംഗം CPMൻ്റെ KK രാഗേഷിനെ തോൽപ്പിച്ചത് 43,151 വോട്ടിന്. അപരൻ നേടിയത് 3,430 വോട്ട്. BJPയുടെ PP കരുണാകരൻ മാസ്റ്റർക്ക് കിട്ടിയത് 27,123 വോട്ടായിരുന്നു. ഇനി നമുക്ക് സിറ്റിംഗ് MPയുടെ ഗുണദോഷ വിചാരങ്ങളിലേക്ക് വരാം. പിണറായിയെ ചെത്തുകാരൻ്റെ മകൻ എന്ന് അധിക്ഷേപിക്കാൻ നോക്കി സ്വയം അപഹാസ്യനായതും സൂര്യനെല്ലി പെൺകുട്ടിയെ അധിക്ഷേപിച്ചതും കേരയിൽ നിലപാടിൽ വിരുദ്ധ അഭിപ്രായം പറഞ്ഞ ശശി തരൂരിനെ ശത്രുപാളയത്താക്കി മുദ്രകുത്താൻ നോക്കിയതും പാർട്ടി പുനഃസംഘടന 1 മാസത്തിനകം പൂർത്തിയാക്കിയില്ലെങ്കിൽ താൻ തൻ്റെ പാട്ടിന് പോകും എന്നിങ്ങനെ ഭീഷണി മുഴക്കുന്ന സുധാകരൻ, അദ്ദേഹം KPCC പ്രസിഡന്റ് കൂടിയാണ് എന്നും നമ്മൾ ഓർക്കണം. സദാ വിവാദ നായകൻ. പാർലമെൻറ്റേറിയൻ എന്ന നിലയ്ക്ക് വിശേഷിച്ച് എന്തെങ്കിലും സംഭാവനകളുണ്ടോ എന്ന് ചോദിച്ചാൽ MP ഫണ്ട് വിനിയോഗത്തിലും സവിശേഷ മികവൊന്നും പറയാനില്ല എന്നാണ് അനുഭവസ്ഥർ അല്ലെങ്കിൽ അനുഭവസാക്ഷ്യം. ഖദർമുണ്ടിനടിയിൽ കാക്കി ട്രൗസർ എന്ന മൃദുല ഹിന്ദുത്വ ഗണത്തിലും പലപ്പോഴും പേരുയർന്നു കേൾക്കുന്ന കോൺഗ്രസ് നേതാവാണ് കെ സുധാകരൻ. കണ്ണൂർ രാഷ്ട്രീയത്തിൽ CPMനെ ചെറുക്കാൻ സുധാകരനെ പോലുള്ളവർ വേണം എന്ന് വിശ്വസിക്കുന്നവർ ഉണ്ട് എന്നതും നമുക്ക് നിഷേധിക്കാൻ സാധിക്കില്ല. വടകര MP K മുരളീധരൻ പറഞ്ഞതുപോലെ സിറ്റിംഗ് MPമാരെല്ലാം ഇക്കുറിയും മത്സര രംഗത്തുണ്ടാവണം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ സുധാകരൻ വീണ്ടും സ്ഥാനാർത്ഥിയായി വരും. എന്നാൽ സുധാകരൻ സ്വമേധയാ സ്ഥാനമൊഴിയാൻ തന്നെ സാധ്യതയുണ്ട് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട് മണ്ഡലത്തിൽ നിന്ന്. എങ്കിൽ സുധാകരന് പകരം ആരായിരിക്കും? അതെ, സുധാകരനില്ലെങ്കിൽ പിന്നെ ആര്? താനില്ലെങ്കിൽ തൻ്റെ ആൾ എന്ന സുധാകര മതം അനുസരിച്ച് മുൻഗണന നിലവിലെ കണ്ണൂരിലെ മേയറായ അഡ്വക്കേറ്റ് TO മോഹനന് ആണ് എന്നാണ് സൂചനകൾ. സജീവ പരിഗണനയിലുള്ള മറ്റ് 2 പേരുകൾ പേരാവൂർ MLA സണ്ണി ജോസഫിൻ്റേതും അഡ്വക്കേറ്റ് M ലിജുവിൻ്റേതുമാണ്. LDF സ്ഥാനാർത്ഥി ശൈലജ ടീച്ചർ ആണെങ്കിൽ എതിരെ നിർത്തുക സണ്ണി ജോസഫിനെയാവുമെന്നും സൂചനകൾ. LDF ഇക്കുറി ശ്രീമതി ടീച്ചറേക്കാൾ പരിഗണിക്കുന്നത് ശൈലജ ടീച്ചറെയാണ് എന്ന് വ്യക്തമായ സൂചനകളുണ്ട്. 1ാം പിണറായി സർക്കാരിൽ ആരോഗ്യമന്ത്രിയായി മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചതിന് ദേശത്തും വിദേശത്തും ഒരുപോലെ പ്രശംസ പിടിച്ചു വാങ്ങിയ ശൈലജ ടീച്ചറെ തൻ്റെ 2ാം സർക്കാരിൽ പിണറായി ഉൾപ്പെടുത്താതിരുന്നത് വലിയ മുറുമുറുപ്പിനും വിമർശനങ്ങൾക്കുമെല്ലാം പാർട്ടിക്കകത്തും പുറത്തും ഇടയാക്കിയിരുന്നു. പെരുന്തച്ചൻ കോംപ്ലക്സായി പോലും ഇത് വ്യാഖ്യാനിക്കപ്പെട്ടു. പാർലമെൻറ്റിലും തിളങ്ങും എന്നുറപ്പുള്ള ശൈലജ ടീച്ചർക്ക് പാർട്ടി ടിക്കറ്റ് നൽകുന്നത് ഉചിതമായ പ്രായശ്ചിത്തമാകും
എന്ന് വിചാരിക്കുന്നവർ പാർട്ടിയിലും പുറത്തും ഏറെ. ഇവരെല്ലാം പക്ഷേ നേരെ വാ നേരെ പോ ശുദ്ധഗതിക്കാരാണ്. അല്പം വളഞ്ഞ വഴിക്ക് ചിന്തിക്കുന്നവർ പറയുന്നത് നെയ്യപ്പം തിന്നാൽ രണ്ടില്ലേ കാര്യം എന്നാണ്. ചുണ്ടിനും കപ്പിനുമിടയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ട ഗൗരിയമ്മയുടെ ചരിത്രം തിരുത്തി കുറിക്കാൻ കേരളത്തിൻ്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുള്ള ശൈലജ ടീച്ചറെ ഡൽഹിക്ക് പറഞ്ഞുവിട്ടാൽ എന്താ പുളിക്കുമോ എന്നാണ് ഇക്കൂട്ടരുടെ മുനവെച്ചുള്ള ചോദ്യം. കണ്ണൂരിലെ LDF സ്ഥാനാർത്ഥി ആവാൻ ഇടയുള്ളതായി പറഞ്ഞു കേൾക്കുന്ന മറ്റൊരു പേര് കല്യാശ്ശേരി മുൻ MLA TV രാജേഷിൻ്റേതാണ്. ഇനി BJPയിലേക്ക് വന്നാൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയായ സത്യപ്രകാശ്, ശ്രീശൻ, രഞ്ജിത്ത് എന്നിവരടക്കം 6 പേരടങ്ങുന്ന ഒരു പാനലാണ് തീർപ്പിനായി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് വിടാൻ ഇടയുള്ളത് എന്നാണ് സൂചനകൾ. ഇനി അതൊന്നുമല്ല, കണ്ണൂരിൽ നിന്ന് തങ്ങൾക്ക് വീണ് കിട്ടിയ അബ്ദുള്ള കുട്ടി എന്ന അത്ഭുത കുട്ടിയെ ഇറക്കി പയറ്റാൻ BJP തുനിയുമോ എന്ന് ചില്ലറ കുസൃതി കലർത്തി ചോദിക്കുന്നവരും ഉണ്ട്.